പക്ഷെ ഇതൊരു താൽക്കാലിക കുറവായിട്ട് മാത്രമേ കാണേണ്ടതായിട്ടുള്ളൂ. കാരണം ഇപ്പോ പശ്ചിമേഷ്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു സമാധാന ശ്രമങ്ങൾ, ആ കാര്യത്തിൽ അതങ്ങനെ ആ സമാധാന ശ്രമങ്ങൾ വിജയിക്കുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ നിക്ഷേപം വരാനും സമ്പദ് വ്യവസ്ഥയൊക്കെ കൂടുതൽ സജീവമാകാനുമുള്ള ഒരു സാധ്യത തീർച്ചയായും ഉണ്ടല്ലോ. അപ്പോൾ ആ സാധ്യത പരിഗണിച്ചുകൊണ്ട് ഉണ്ടായ ഒരു വിലക്കുറവ് മാത്രമാണ് ഇത്. പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ പലപ്പോഴും മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ ഒരു സാമ്പത്തിക രംഗത്ത് ഒരു പ്രതിസന്ധിയുണ്ട്. ഡോളർ, അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയും ഡോളറും വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ കടബാധ്യത ഉയരുന്നു. ഫ്രാൻസിലൊരു വലിയ പ്രശ്നമായിട്ട് അത് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം തന്നെ പൊതുവെ സാമ്പത്തിക രംഗത്ത് ഉള്ള ഒരു പ്രതിസന്ധി അങ്ങനെ തന്നെ നിലനിൽക്കുന്നതിനാൽ കാര്യമായിട്ട് ഇതൊരു ദീർഘകാലത്തേക്ക് ഈ വിലക്കുറവ് ഉണ്ടാകുമെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയില്ല. എന്നാൽ ഇപ്പോ ഇതൊരു താൽക്കാലിക ആശ്വാസമാണ്. ആ പ്രദേശങ്ങളിലും പശ്ചിമേഷ്യയിലും ഒക്കെ തന്നെ ഒരു സമാധാന ശ്രമങ്ങൾ ഉണ്ടാകുന്നത് വളരെ ആശ്വാസകരമാണ്. അതോടൊപ്പം അതിന്റെ ഒരു ഗുണം അമേരിക്കയ്ക്കും ഒക്കെ തന്നെ സംഘർഷം കുറയുന്നതിന്റെ ഫലമുണ്ടാകുമല്ലോ. അപ്പോൾ ആ ഒരു കാര്യം പരിഗണിച്ച് മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു വിലക്കുറവാണ്. പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ വില കുറയുന്ന പ്രവണത നീണ്ടു നിൽക്കുമെന്ന് കരുതാനായിട്ട് കഴിയില്ല. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതായത് ഏത് നിമിഷം വേണമെങ്കിലും ഈ സ്വർണത്തിന്റെ ഒരു വില അത് വീണ്ടും പഴയ രീതിയിൽ തന്നെ ഉയർന്നു വന്നേക്കാം എന്നാണ് സാരം. തീർച്ചയായും. അപ്പോൾ ഇതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. ഇത് കഴിഞ്ഞാൽ ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നതിനാൽ കുറച്ച് കഴിയുമ്പോൾ ഈ വില ഉയരാൻ തന്നെയാണ് സാധ്യത. കുറച്ച് നാള് വില ഉയർന്നു തന്നെ നിൽക്കുമെന്നുള്ളതാണ് പൊതുവെ ഈ രംഗത്ത് ഗവേഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്നവരെല്ലാം തന്നെ വിലയിരുത്തുകയും പ്രവചിക്കുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പോ ഈ ഗവൺമെന്റ് ബോണ്ടുകളുടെ പലിശ നിരക്ക് കൂടുന്നു. അതോടൊപ്പം തന്നെ മറ്റ് വികസിത രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധി, കടബാധ്യത ഉയരുന്നു. ഡോളർ നേരിടുന്ന പ്രതിസന്ധി, അതിന്റെ ഫലമായിട്ടാണല്ലോ ഈ ചുങ്കം വർദ്ധിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പൊ വ്യാപാര രംഗത്തൊരു അനിശ്ചിതത്വമുണ്ട്. അപ്പൊ അതെല്ലാം തന്നെ അങ്ങനെ തന്നെ തുടരുന്നതിനാൽ ഇതൊക്കെയാണ് അടിസ്ഥാന പ്രശ്നങ്ങൾ. അപ്പൊ ആ അടിസ്ഥാന പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ തുടരുന്നതിനാൽ ദീർഘകാലയളവിൽ നമുക്ക് ഇതിന്റെ വില കുറയുമെന്ന് കരുതാൻ കഴിയില്ല. ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വിപണിയിൽ ഇപ്പോൾ ആശങ്ക വരുമ്പോൾ ഈ നിക്ഷേപകർ കൂടുതലായി ഈ സ്വർണം വാങ്ങാനുള്ളൊരു തിടുക്കമൊക്കെ കാണിക്കുമല്ലോ. അത് വീണ്ടും ഈ വില ഉയരാനുള്ളൊരു സാധ്യതയിലേക്കാകുമോ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്? അതെ, തീർച്ചയായും. കാരണം ഇപ്പോഴും സമ്പദ് വ്യവസ്ഥയിൽ പൂർണ്ണമായിട്ട് ഒരു വിശ്വാസം വന്നിട്ടില്ലല്ലോ. ഇതൊരു താൽക്കാലിക ഈ സമാധാന ശ്രമങ്ങൾ ഒരു താൽക്കാലിക ആശ്വാസം എന്നുള്ളത് മാത്രമായിട്ടല്ലേ കാണാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് സമ്പദ് വ്യവസ്ഥയിൽ വിശ്വാസം ഉണ്ടാവണം. സമ്പദ് വ്യവസ്ഥയിൽ വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് ഈ സമ്പാദ്യ മിച്ചം സമ്പദ് വ്യവസ്ഥയിൽ നിക്ഷേപിക്കാനും ചെലവഴിക്കാനും ഒക്കെ ആൾക്കാർ തയ്യാറാവുകയുള്ളൂ. അപ്പൊ അത് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് മറ്റ് സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപ മേഖലകൾ ഏതാണെന്ന് നിക്ഷേപകരും മറ്റുള്ളവരും എല്ലാം തന്നെ അന്വേഷിക്കുന്നത്. അങ്ങനെയാണ് ഈ അമൂല്യ ലോഹങ്ങൾ എന്ന നിലയിൽ സ്വർണവും വെള്ളിയും ഒക്കെ തന്നെ ആൾക്കാർ പരിഗണിക്കേണ്ടി വരുന്നത്. അതിലേക്കൊക്കെ നിക്ഷേപം വഴിമാറി പോകുന്നതിന്റെ കാരണം അതാണ്. സുരക്ഷിത നിക്ഷേപ മേഖല എന്ന നിലയിൽ സ്വർണം ഇപ്പോഴും ശക്തമായിട്ട് തന്നെ നിൽക്കുകയാണ്. കാരണം സമ്പദ് വ്യവസ്ഥയിൽ ദീർഘകാലയളവിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഉണർവ്, ഒരു ആത്മവിശ്വാസം നൽകുന്ന പ്രവണതകൾ ഒന്നും തന്നെ അങ്ങനെ കാണാൻ കഴിയുന്നില്ല ആഗോള തലത്തിൽ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ദീർഘകാലയളവിൽ ഈ വില കുറയുമെന്ന് കരുതാൻ കഴിയില്ല. വില കൂടാൻ തന്നെയാണ്, കുറച്ച് കഴിയുമ്പോൾ വില കൂടാൻ തന്നെയാണ് സാധ്യത. ഇതൊരു താൽക്കാലിക പ്രതിഭാസമായിട്ട് മാത്രം കണ്ടാൽ മതിയാവുന്നതാണ്. ഈ വ്യാപാര യുദ്ധത്തിനൊക്കെ ഒരു അറുതി വരുന്ന ഒരു ഘട്ടം ഈ ഡിസംബറോടെ ഉണ്ടാകുമെന്ന് പറയുന്നതിൽ എത്രത്തോളം ശരിയുണ്ട്? അല്ല, അത് ആ കാര്യത്തിൽ ചർച്ചകളൊക്കെ നടക്കുകയല്ലേ. അപ്പം ഇത് ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓരോ സമീപനങ്ങൾ എന്ന് പറയുന്നത് വളരെ നാടകീയമായിട്ടാണല്ലോ അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുകയും തീരുമാനങ്ങൾ മാറ്റുകയും പുനഃപരിശോധിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. ട്രംപിനെ സംബന്ധിച്ച് അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏത് നിലപാടെടുക്കുന്നതിനും അദ്ദേഹം തയ്യാറാകും. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ഇപ്പോഴും പ്രതിസന്ധിയെ അതിജീവിച്ചിട്ടില്ല. വളർച്ചാ നിരക്കൊക്കെ കുറച്ച് ഭേദപ്പെട്ട നിലയിലൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ കൂടി അതെല്ലാം തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഈ ഉയർന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന മേഖലകളിൽ മാത്രമാണ് അമേരിക്കയിൽ ഇപ്പോഴും വളർച്ചയും ഉണർവും എല്ലാം തന്നെ കാണാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ ഇപ്പോഴും പ്രതിസന്ധി ശക്തമായി തുടരുന്നു എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ അത് പരിഹരിക്കുക എന്നുള്ളതാണ് ട്രംപിനെ സംബന്ധിച്ച് ഈ ചുങ്കം വർദ്ധിപ്പിക്കുന്നതിലൂടെ ട്രംപ് ലക്ഷ്യം വെക്കുന്നത്. പക്ഷെ അത് ഫലപ്രാപ്തി എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്.
പക്ഷേ അത് എല്ലാം തന്നെ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരുമോ എന്ന് നമുക്ക് ഇപ്പം പറയാനായിട്ട് കഴിയില്ല. നമ്മളിപ്പോ പുതിയതായിട്ട് അറിയുന്ന കാര്യം, ഇപ്പം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഈ മാഗ്നറ്റുകൾ, മറ്റ് റെയർ എർത്തുകൾ, ആ വസ്തുക്കളൊന്നും തന്നെ അമേരിക്കയിലേക്ക് പുനർകയറ്റുമതി ചെയ്യാൻ പാടില്ല എന്നുള്ള വലിയ ഒരു നിർദ്ദേശം ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. അപ്പൊ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ആഗോള വ്യാപാര രംഗത്ത് ഉണ്ടായ പ്രതിസന്ധിക്ക് കാര്യമായിട്ടുള്ള മാറ്റമൊന്നും വന്നിട്ടില്ല എന്നുള്ളതല്ലേ. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ചൈനയിൽ നിന്നുള്ള ഈ റെയർ എർത്ത് മിനറൽസിന്റെ ഇറക്കുമതി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് അമേരിക്ക മാത്രമല്ല, ലോകത്തിലെ എല്ലാ വ്യാവസായിക രാജ്യങ്ങൾക്കും ആവശ്യമാണ്. അപ്പോൾ അതെല്ലാം തന്നെ പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചർച്ചകൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുള്ളൂ. കാത്തിരിക്കാം എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനായിട്ട് ഈ സാഹചര്യത്തിൽ കഴിയുകയുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.